നമസ്കാരം. മിന്നുതാരത്തിൻ്റെ ഒരു രസകരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഒരു സെലിബ്രിറ്റി ഒരു വ്യക്തി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഒരു സെലിബ്രിറ്റിയെ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് സ്പെഷ്യാലിറ്റി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരുപാട് താരങ്ങളുടെ ഹെയർ ഡ്രസ്സർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമസ്കാരം. അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കറിയാം ഒരു സാധാരണക്കാരെ. അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇദ്ദേഹമാണ് ഇത്രയും തമിഴിലും ഹിന്ദിയിലും മലയാളത്തിലും തെലുങ്കിലും എല്ലാം എല്ലാ സെലിബ്രിറ്റികൾക്കും നമ്മളാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണോ ഇത്രയും സെലിബ്രിറ്റികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വേഷത്തിലല്ല കാര്യം, പുള്ളിയുടെ പെർഫോമൻസിലാണ്. കാരണം മലയാള സിനിമ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന്റെ കൈ പതിയാത്ത താരങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരെയും നമ്മുടെ മിന്നുതാരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സ്ഥലം കൊച്ചിക്കാരൻ തന്നെയാണ്. കൊച്ചിയാണ്. കൊച്ചി ഭാഷയാണ് ചേട്ടൻ്റെ. കൊച്ചിയിൽ എവിടെയാണ്? കൊച്ചി ടൗണിന് മറ്റേ തന്നെ. കൊച്ചി ടൗണിന് മറ്റേ ആരാ? കൊച്ചി മറ്റേ കൊച്ചല്ല, കൊച്ചി ടൗണിന്റെ അടുത്ത്. അവിടെ തന്നെ നമുക്ക് ഷോപ്പും പിന്നെ എത്ര ഷോപ്പുണ്ട് കേരളത്തിൽ? എവിടെയായിട്ടൊക്കെ 4 ഷോപ്പുകൾ. കേരളത്തിൽ 4 ഷോപ്പുണ്ട്, കൊച്ചി 4 ഷോപ്പുണ്ട്. അല്ല, പിന്നെ മൊത്തത്തിൽ കുറെ ഷോപ്പുണ്ട്. കൊച്ചിയിൽ മാത്രം 4 കൊച്ചിയിൽ മാത്രം 4. അത് ഈ മുടിവെട്ട് ഫീൽഡിലേക്ക് വരാനൊരു കാര്യം എന്താണ്? കാരണം പലരും പല ജോലികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പാരമ്പര്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യം കൊണ്ടാണോ എന്താണ് മുടിയിലേക്ക് വരാനൊരു കാര്യം? മുടി വെച്ചാൽ പലരുടെയും പിന്നെ മുടിയിലാണല്ലോ ഓരോരുത്തരുടെ ഭംഗിയിരിക്കുന്നത്, എന്റെ ഉൾപ്പെടെ. തീർച്ചയായും. അപ്പൊ ആ മുടിയിലാണ് ഓരോരുത്തരുടെ ഭംഗിയിരിക്കുന്നത്. അപ്പൊ ആ മുടി ചിലരുടെ മുടി അവരുടെ ഈരി വെക്കുന്നതിനനുസരിച്ചാണ് അവരുടെ ഭംഗി അല്ലെങ്കിൽ ഗ്ലാമർ കൂടുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അവരെ സുന്ദരനും സുന്ദരികളും ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ താങ്കളെ തന്നെ ഇതിലും എടുക്കാനാക്കാം. അതെങ്ങനെ? അതൊക്കെ വെട്ടി ഒതുക്കണം. വെട്ടി ഒതുക്കാനായിട്ട് ഇവിടെ മുടി കുറവല്ലേ? അതല്ല, അതൊക്കെ വെട്ടി ഒതുക്കാണ്ട് പറയാം. വെട്ടി ഒതുക്കിയ ഗ്ലാമർ. പിന്നെ അപ്പൊ ഈ ആദ്യത്തെ സിനിമാ താരമാരാണ് താങ്കൾ മുടി വെട്ടി ആദ്യമായിട്ട് മുടി വെട്ടി പഠിച്ചത് സിനിമാ താരത്തിനല്ലേ? അതെ അതെ അതെ, പഠിച്ച സിനിമാ താരത്തിനാണ്. സിനിമാ താരത്തിനല്ല ആദ്യം കിട്ടിയത്. ആദ്യം മുടി വെട്ടാൻ കിട്ടിയ സിനിമാ താരത്തിനാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. ഏത് താരത്തിനാണ് ആദ്യം മുടി വെട്ടിയത്? ഫസ്റ്റിലായിട്ട് ഹിന്ദി നടനാ. അയ്യോ, എന്റെ പൊന്നെ, ഹിന്ദി നടനാ? പിന്നെ അത് ഞങ്ങളെ മോട്ടോസ് അടിക്കണം. അല്ല, ജാബർ ഖാനാ. ജാബർ ഖാൻ. ഈ ജാബർ ഖാൻ മുടിയില് പിന്നെ നിസ്സാര സമയം കൊണ്ട് നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്യുന്നത്. ജാബർ ഖാൻ. അല്ല, ജാബർ ഖാൻ എന്ന് പറഞ്ഞ നടനെ ഞങ്ങൾ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. എനിക്ക് തോന്നാൻ പുള്ളിയുടെ പേര് ജാബർ ഖാൻ ആണെന്ന് തോന്നണം. അത് പുള്ളിനെ വെട്ടിയായിരുന്നു തോന്നണം. അപ്പൊ ഇതൊന്നും ഉറപ്പില്ലേ? അല്ലോ, സിനിമ നടനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ശരി. അപ്പൊ ഉടായ്പ വല്ല അങ്ങനെയല്ല. പിന്നെ നമ്മുടെ മലയാള സിനിമയിൽ ഭഗത് ഫാസിലിനെ വെട്ടിയിട്ടുണ്ട്, കുഞ്ചാക്കോവിനെ വെട്ടിയിട്ടുണ്ട്. അതിന് ഭഗത് ഫാസിലിന്റെ എവിടെയാണ് മുടി? ഭാരത് ഗോപിക്ക് എവിടെയാണ് മുടി? പക്ഷെ അവരുടെ മുടി കുറവാണെങ്കിൽ അത് ചെറിയ മിനിക്ക് വേണ്ടി സൈഡിൽ കുഞ്ചാക്കോനെ മുടിയുടെ സൈഡ് കണ്ട, അത് ഞാൻ അടിച്ചിട്ടേക്കണ. ഒരുപാട് പേരുടെ മുടി, ഭരത് ഗോപിയുടെ ഒക്കെ മുടി എനിക്ക് ഞാൻ പറ്റേ അടിച്ചു വിടണ സാധാരണ ഈ ഭരത് ഗോപിനെ. അപ്പൊ ഒരു തന്നെ പറഞ്ഞ എനിക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മുടിയിട്ടായിട്ടില്ല, മുടി അങ്ങാട്ട് ഇങ്ങോട്ട് വീഴണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കീച്ചിക്കോളാം. ആ മുടി അങ്ങനെ വെട്ടിക്കൊടുക്കാന്ന്. അങ്ങനെ വെട്ടി വെച്ചതല്ലേ അത്. പിന്നെ അങ്ങാട്ട് ഇങ്ങോട്ട് വീഴ്ച പോവാം. ചിലരെ വെട്ടണം ഭയങ്കര പാടാ. ഈ ബിനുമടിമാലിയുടെ മുടി വെട്ടണമെന്ന് പറഞ്ഞായിരുന്നു. ബിനുമടിമാലി സിനിമ നടൻ. പിന്നെ ആ പുള്ളിക്കാരന്റെ മുടി വെട്ടണമെങ്കിൽ മറ്റേ ബുഷ് വെട്ടണ കത്രികയാണ്. മുടിക്ക് ഭയങ്കര നിൽക്കാളിയാ. പിന്നെ ഇത് കേറിയല്ല, ഈ കത്രികയൊന്നും കയറത്തില്ല. അതാ ഭയങ്കര ചിലരുടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പൊ ഇത് എത്ര രൂപ വെച്ച് മേടിക്കും നമ്മൾ? ഈ സിനിമാ താരങ്ങളിലൊക്കെ മുടിയൊക്കെ ആകുമ്പോ റേറ്റ് എങ്ങനെയാണ് മേടിക്കുന്നത്? 500 രൂപയൊക്കെ ആവും. 500 രൂപയുള്ളൂ ഒരാളുടെ സിനിമ? ഒരാളുടെ മുടി ഒരു കത്രിക എടുക്കണം 500 രൂപ, 4-5 കത്രിക എടുക്കും. അപ്പൊ 4-5 കത്രിക എടുക്കുമ്പോഴത്തേക്ക് 2500 രൂപ 3000 രൂപ ഒരാളുടെ. ഒരു തലക്ക് എത്ര രൂപയാണ് സാധാരണക്കാരന്റെ തലക്ക്? സാറിന് തലക്കാരൻ ലോക്കലൊക്കെ ആണെങ്കിൽ 200 രൂപ 250 രൂപ. ലോക്കൽ എന്ന് പറഞ്ഞാൽ തീരെ അതിനെ പോലെ പിള്ളേരൊക്കെ ഇത്രേ ഉള്ളൂ, 200-250 രൂപ മേടിക്കത്തുള്ളൂ. ഈ ശിഷ്യ സമ്പത്തൊക്കെ ഉണ്ടോ? പിന്നെ ശിഷ്യന്മാർ ഒരുപാടുണ്ട്. പിന്നെ ശിഷ്യന്മാരവിടെ ഇതിൽ തലവേദന പിടിച്ച പണിയായത്. നമ്മൾ ഇവരെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ആരാ ഈ ശിഷ്യന്മാരാ? അത് ഞാൻ പറഞ്ഞ ശിഷ്യന്മാര് ഉള്ളതല്ലേ ഏറ്റവും നല്ലൊരു അടിപൊളി സംഭവം. ശിഷ്യന്മാരുണ്ടാകുക, ശിഷ്യ സമ്പത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും നല്ലൊരു ഇതല്ലേ, അംഗീകാരമല്ലേ? എടാ ഇപ്പൊ ഇവന്മാരൊക്കെ മേടിച്ചെടുക്കുന്ന കാര്യം വലിയ പാടാ. എടാ ഞാനിപ്പം വളരെ ഇത് ആയുധം വെച്ചല്ല കളിയാ. പിന്നെ നമ്മുടെ തൊണ്ട ഏറ്റവും കൂടുതൽ ജനമുള്ള തല അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. തൊണ്ടയൊക്കെ എന്ന് പറഞ്ഞാൽ തൊണ്ട അവിടെ ബ്ലേഡ് നമ്മൾ ഷേവ് ചെയ്ത ബ്ലേഡ് കൊള്ളും. അതാ പറഞ്ഞ ആയുധം വെച്ചല്ല കളിയാ, മറ്റുള്ള പണി പോലെ അല്ലേ ഇത്. അപകടം പിടിച്ച പണിയാ. ചെവി, മൂക്ക്. കാരണം ഡോക്ടർമാർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന പോലെയാണ് ഞങ്ങൾ ബാർബർമാര് മുടിവെട്ടാൻ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം തല നിങ്ങളിട്ട് വെട്ടിച്ചു കഴിഞ്ഞാൽ ബ്ലേഡ് കൂളി കയറും. അത് പറഞ്ഞപ്പോ ആരോ തല വെട്ടിക്ക് അവിടെ കടയിൽ ചെന്നിരിക്കുമ്പോ കല്യാണ ചെറുക്കൻ ഷേവ് ചെയ്യാൻ വന്നിട്ട് മീശ പോയി പറഞ്ഞ എന്താ സംഭവം? എന്താണത്? അത് നമ്മുടെ പിന്നെ ശിഷ്യനുണ്ടാക്കി വെച്ച പണിയാ. അതെന്താണത്? എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവനെ പലരെ ഷേവ് ചെയ്തിട്ട് ഇവൻ
ഞാൻ പറഞ്ഞിട്ടും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവൻ ബ്ലേഡ് എടുത്ത് ശ്രദ്ധയില്ല, ഇവൻ വെച്ച് കീച്ചിയെന്ന് പറഞ്ഞാൽ അവിടെ കീറി. പിന്നെ പലരും കീറിട്ട് പലരും വന്ന് എനിക്കൊന്ന് കുറ്റം പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ അത് നമ്മുടെ ചെറുക്കനാണ്, അവൻ അറിയില്ല, പറ്റിപ്പോയതാണ്, ക്ഷമിച്ചിടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് പൗഡർ എടുത്ത് പൊത്തി അടിച്ചാൽ വിടണത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നു. അപ്പൊ ഇവന്മാരെ ഓർത്തിരിക്കണം ഓപ്പറേഷൻ പൊടിയാണെന്നാ. ഓപ്പറേഷൻ പൊടിയൊന്നും അല്ല, ചുമ്മാ പൗഡർ കുട്ടിക്കൂര പൗഡർ അടിച്ച് കുത്തിയിട്ടേക്കെ. പിന്നെ പിടിച്ചെന്ന് കഴിഞ്ഞാൽ വേഗം അറിയുള്ളൂ. അത് കാരണം ഞാൻ ഇവനെ താക്കീത് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇനി മേലാൽ അതൊരു താക്കീത് വേണം. പിന്നെ അതാ ചേട്ടാ ഒരു താക്കീത് വേണം. അതായത് ഇപ്പൊ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആദ്യം പറഞ്ഞു കൊടുക്കുക, അത് നമ്മൾ പിന്നെ പറഞ്ഞു കൊടുക്കുക. മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ താക്കീത് കൊടുക്കുക. എനിക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഒരു താക്കീത് കിട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറയാലോ ഷൂട്ടിന് വന്ന വഴി സെന്റ് കോളേജിന്റെ വണ്ടി കൂടിയാ വന്നത്. ഞാൻ ആദ്യ ദിവസം അവിടെ വന്നപ്പോ എന്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. അവിടെ വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കിന് ബ്യൂട്ടി പാർലറിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. കണ്ടപ്പോ എനിക്ക് ഇവിടെ പരിചയം തോന്നി. ഞാൻ ആ പെണ്ണോട് അല്ലോ പേരെന്താന്ന് ചോദിച്ചു. രണ്ടാമത്തെ ദിവസം പിന്നെ എനിക്ക് പരിചയം തോന്നി. ഞാൻ ചോദിച്ചാലും മൊബൈൽ നമ്പർ തരാമെന്ന് ചോദിച്ചു. മുഖം വീർപ്പിച്ചിട്ട് ആ പെണ്ണങ്ങോട്ട് പോയി. മൂന്നാമത്തെ ദിവസം ഞാൻ മൊബൈൽ നമ്പർ തരാമെന്ന് ചോദിച്ചു. ആ ചോദിച്ച എനിക്ക് ഓർമ്മയുണ്ട്. 2 ആഴ്ച ഞാൻ മെഡിക്കൽ ഡ്രസ്സിൽ കിടന്നു. താക്കീത് അവരുടെ വീട്ടുകാർ വന്ന് അതുപോലെ ഒരു താക്കീത് ചേട്ടന്റെ ശിഷ്യന് കൊടുത്തു. ഞാൻ പറഞ്ഞ നീ ഷേവ് ചെയ്യുമ്പോ ബ്ലേഡ് നല്ലതായിട്ട് മുഖത്ത് ഓടിക്കേണ്ടതാണ്. കാരണം മുഖത്താണ് നമ്മുടെ ഇതിരിക്കണതേ. പിന്നെ അങ്ങനെ ഇവൻ മറ്റേ അവന്റെ ഷേവ് ചെയ്യാനായിട്ട് ഇവിടെ വന്ന് മുറിച്ച്. ഇവിടെ ഷേവ് ചെയ്യാനായിട്ടല്ലല്ലോ, ഷേവ് ചെയ്യുമ്പോഴല്ലേ. ചെയ്യുമ്പോ ചെയ്യാൻ വേണ്ടിട്ട് ഇവൻ ബ്ലേഡ് എടുത്ത് ഇവിടെ കൊണ്ട് കീറി. അപ്പൊ ഞാൻ ഇവനോട് നേരത്തെ പറഞ്ഞായിരുന്നു, എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റി കഴിയുന്ന 50 രൂപ നിന്റെ കയ്യിൽ നിന്ന് പണി കാശ് ഞാൻ പിടിക്കുന്നു. ഒരു മുറിവിന് 50 രൂപ. കാരണം ഇവൻ മുറിക്കരുത്. കാരണം അവൻ പണിയെടുക്കണം, അവന് വീട്ടിൽ കാശ് കൊണ്ടുപോകാനല്ലേ. കറക്റ്റ് കാര്യം. അപ്പൊ അത് ശ്രദ്ധയുണ്ടായില്ലെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പണി വെച്ചത്. അവൻ എന്ത് ചെയ്ത് അപ്പുറേ മുറിച്ചെന്ന് പറഞ്ഞ ഷേവ് ചെയ്തപ്പോ മുറിഞ്ഞ് അവിടെ മുറിഞ്ഞ്. അപ്പൊ 50, 90, 100 രൂപയില്ലേ. അവൻ എന്ത് ചെയ്യുന്നറിയാവാ? അവൻ രണ്ടും കൂടെ വരച്ച് ബ്ലേഡ് ഓടിച്ച് ഒന്നാക്കി. 50 രൂപ രാജന് തന്നാ മതിയല്ലാന്ന്. എന്റെ ദൈവമേ, മറ്റവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എന്റെ പൊന്നെ, 50,000 രൂപ കാണും. ഇവന്മാരൊന്നും കടി നിർത്താൻ കൊള്ളത്തില്ല. ഈ മലയാളികളല്ലാതെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മളൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. കാര്യം തുറന്നു പറയല്ല, മലയാളികൾ ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങൾ ബംഗാളികളാണ് ചെയ്യേണ്ടത്. എറണാകുളത്തെ എല്ലാ ബ്യൂട്ടി പാർലറിലും ബംഗാളികളാണ്. ചേർത്തലയിലെ കടകളിൽ ബംഗാളിയാണ്. റേഷൻ കട വരെ ബംഗാളി. ഈ ബംഗാളികൾക്ക് എങ്ങനെ നമ്മുടെ സ്റ്റൈല് പഠിക്കാൻ പറ്റും ചേട്ടാ? അവര് അങ്ങനെയാണ്. അവരൊരു സാധനം ഒരു പ്രാവശ്യം കണ്ടാൽ മതി, അവര് ചെയ്യും. അതെങ്ങനെ ചെയ്യും? അവരുടെ സ്വഭാവ രീതി, അവരുടെ ശൈലി അതാണ്. നമ്മുടെ ആൾക്കാരെ കൂട്ടല്ല. ഒരുത്തന്റെ ഒക്കെ വെട്ടാൻ കൊടുക്കുകയാണെങ്കിൽ അവൻ കുത്തും. അതാ കളി. ആണല്ലേ? പിന്നെ ഇത് ഭയങ്കര സംഭവം. ബംഗാളിന്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഒരാൾ ചെന്നിട്ടേ, ഈ ബംഗാളിയാണ് കടയില് ആശാനല്ലായിരുന്നു, ബംഗാളിയായിരുന്നു. അപ്പൊ ബംഗാളിന്റെ അടുത്ത് ചെന്നത് ചോദിച്ചു, പോലെ ഇവിടെ ഇത് മുടി വെട്ടും. ബംഗാളിക്ക് ഭാഷ അറിയില്ല. ക്യാ ക്യാ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് വെട്ടു. അപ്പൊ ബംഗാളി പറഞ്ഞ് വെട്ടും, മുടി വെട്ടും, കത്രികയുടെ ചിഹ്നം കാണിച്ചു. അപ്പൊ മുടി വെട്ടും എന്ന് പറഞ്ഞ്. അപ്പൊ ഈ പറഞ്ഞ അപ്പാപ്പനോട് ചെന്നിട്ട് കാണിച്ച് കംപ്ലീറ്റ് എന്ന് കാണിച്ച്. അവനിങ്ങനെ വെട്ടി ഇവിടെ മാത്രം പഠിച്ചിട്ട് ഇത്രയും സ്ഥലത്ത് കുചേലിനെ പോലെ പപ്പ നടക്കുന്നത് എന്തൊരു കഷ്ടമുള്ള അവസ്ഥയാണ്. ഇത്രയും ബംഗാളികളെ ചേട്ടന് ബംഗാളികളുടെ ശിഷ്യന്മാരുണ്ടോ? ബംഗാളികൾ പോയവർ നമ്മൾ എടുക്കാറില്ല. അവന്മാരെ നമ്മൾ ഒരെണ്ണം പെട്ടെന്ന് 10 അടിച്ച് അവർ വീട്ടിൽ പോകും. അപ്പൊ അവന്മാര് എടുക്കണല്ലോ ലാഭം. അവന്മാർ ആ കാശും കൊണ്ടാ പോണത്. അപ്പൊ മലയാളികൾക്ക് പണിക്കാർക്ക് മലയാളികൾക്ക് കാശ് കൊടുക്കണ്ടല്ല. അവർക്ക് 50 രൂപ കൊടുത്താൽ മതിയല്ല ഒരു വീട്ടിന്. ബാക്കി കമ്മിറ്റി നമുക്ക് എടുക്കാം. എനിക്കൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു സെലിബ്രിറ്റി, ഇപ്പൊ അതായത് ഇപ്പൊ ഞാൻ തന്നെ സെലിബ്രിറ്റി അല്ല, വേണ്ട ഞാൻ എന്ന് പറഞ്ഞ സെലിബ്രിറ്റി ആണല്ലോ അവന്. ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. ചേട്ടൻ വെറുതെ ഒന്ന് ബൈബിൾ വായിച്ച സമയങ്ങളല്ലേ. ഒരു സെലിബ്രിറ്റി അയാൾ ഇപ്പൊ മുടി വെട്ടാൻ വേണ്ടി ചേട്ടൻ ചെല്ലുമ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇന്ന സ്റ്റൈല് വേണം, ഇന്ന ഒരു രീതിയിൽ എന്റെ മുടി വേണം. അത് നമ്മൾ ഫോട്ടോ കാണിക്കും. ആരെ ഫോട്ടോ? പിന്നെ കടക്കാത്ത മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇവരുടെ എല്ലാവരുടെ ഫോട്ടോ ഇരിക്കുകയല്ലേ. അതിങ്ങനെ കാണിച്ചിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടത് വെച്ച് കീച്ചിക്കൊള്ളാൻ പറയും. അവർക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതങ്ങോട്ട് വെട്ടിക്കൊടുത്തേക്കെ. പിന്നെ മമ്മൂട്ടി ആണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാലാണെങ്കിൽ മോഹൻലാൽ. പിന്നെ മോഹൻലാലിനെ പ്രാവശ്യം ഊതാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഇവിടെ ഇട്ടിരുന്നത്. ആര്? മോഹൻലാലിന് ഒന്ന് ഊതാൻ വേണ്ടിയിട്ട്. എന്തിനാ ഊതണം? അപ്പൊ പുള്ളിക്ക് അഭിനയത്തിന് നടക്കുമ്പോൾ ഇങ്ങനെ ഊതും. ഞാനത് വെട്ടിട്ട് പിന്നെ ഇടക്കുന്ന വലിച്ചെടുത്ത് അഞ്ചെട്ട് മുടി. അത് പാടായിരുന്നു, ഭയങ്കര പാടായിരുന്നു. പിന്നെ മോഹൻലാലിന്റെ മുടിയും മീശ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതുണ്ട്. പിന്നെ മമ്മൂട്ടിക്ക് തച്ചിലടത്ത് സിനിമയല്ലേ തച്ചിലടത്ത് ചുണ്ടൻ. അതിനകത്ത് ഞാൻ തന്നെ ഈ പിന്നെ പടത വിരിച്ചിട്ടിരിക്കുന്ന പോലെ ഒരു സൈഡിലായിട്ട് എടുത്തിട്ടിരിക്കണില്ലേ. അത് അച്ചുപണിയായിരുന്നു. അത് ഭയങ്കര പാടായിരുന്നു. ഈ മലയാളത്തിൽ വെട്ടാൻ പാടുള്ള ഒരു നടന്റെ ഏതാണ്? തലമുടി ഒന്ന് ഈ വെട്ടിയെടുക്കാൻ പാടുള്ള നടൻ ഏതാണ്? മലയാളത്തിനകത്ത് വിനുവടിമാലി പാടാണ്. അത് മറ്റേ പുഷ്പട്ട കത്രിക തന്നെ വേണം. പിന്നെ പറയത്തക്ക നരേന്ദ്രപ്രസാദ്, അത് ഇച്ചിരി റിസ്കാ. റിസവാബൊക്കെ ചവറ് വരണ്ടിക്ക് വലിച്ചു പിടിച്ചിട്ട് ഇവനെ അടിക്കാൻ പറ്റുള്ളൂ. കാരണം സ്പ്രിങ് പോലത്തെ മുടിയാ, ഒക്കെ ടൈറ്റ് പണിയാ. വേറെ എന്തോ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ ഒരു നാട്ടിൽ പറഞ്ഞത് ആരോ ഷേവ് ചെയ്യാൻ വന്നിട്ട് എന്തോ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ ഇത് അതൊരു കല്യാണ പയ്യനായിരുന്നു.
കല്യാണ പയ്യനായിരുന്നു. കല്യാണ പയ്യനെന്നല്ല പറയണ്ട, കല്യാണ ചെറുക്കനെന്നല്ല പറയണ്ട. നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണ പയ്യനെന്ന് പറയുന്നത്. അവനിതുപോലെ ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യണം ചേട്ടാന്ന് പറഞ്ഞു ഇവിടെ വന്ന്. ഇവിടെ വന്നപ്പോ അവനെ അധികം താടിയും മുടിയൊന്നും ഇല്ലാത്ത പയ്യനാണ്. 17 വയസ്സുള്ള പയ്യനാണ്. അപ്പൊ ഇവനെ ഇവിടെ വന്നിരുന്ന് ഇവന്റെ മുടിയൊക്കെ ഞാൻ വെട്ടി ഒതുക്കി ക്ലിയർ ചെയ്ത് പിന്നെ 5-8 രോമം അത് ഞാൻ വെച്ച് കൊടുത്തു. പിന്നെ ഇവന് മീശയുടെ അവിടെ ഈ സൈഡിൽ ഏറിയും കുറഞ്ഞു ഇരിക്കുന്നത് മീശ. ഇവന് കടയെ വെട്ടും മുമ്പ് തന്നെ അവിടെ ഇരുന്നപ്പോ തന്നെ ഇവൻ 2 പ്രാവശ്യം ഇങ്ങനെ വിരിക്കി എടുക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ മീശ കെട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും എന്റെ മര്യാദക്ക് ഞാനിതെല്ലാം വെട്ടി ക്ലിയർ ചെയ്ത് വെച്ചും ഈ ഇവിടെ താടി പഠിച്ച് ഇവിടെ പറ്റ കൊണ്ടുവന്ന് കത്രിക ചോദിച്ചാൽ ഈ കളി വേണ്ട എന്റെ തന്നൊക്കെ ഞാൻ പിടിച്ചോളാം. അല്ലാതെ കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു മീശക്കെട്ട് വല്ലതും ചെയ്യണമെന്ന് ചോദിച്ചു. ഇങ്ങനെ പിടിച്ചിരിക്കാൻ ഇവൻ ഉടനെ ആ തുറന്ന് പറയണ്ടേ വേണ്ടെന്ന്. ഇവൻ തലാട്ടി കാണിച്ചു വേണ്ടെന്ന്. പകുതി മീശ പോയി. പിന്നെ എന്തിനായിട്ട് ഇനി പകുതി വെച്ചിരിക്കണം മൊത്തം പഠിച്ചേക്കാൻ. അണ്ട് കല്യാണം മുടങ്ങിയെന്ന് തോന്നുന്നു. കല്യാണം മുടങ്ങിയില്ല, അവൻ എന്റെ കടമുടക്കി. അതങ്ങനെ ചെയ്യുള്ളല്ലോ സ്വന്തം മീശക്കകത്ത് കൊണ്ട്. പിന്നെ അപകടം പിടിച്ച പണിയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർമാരെ നിൽക്കുന്ന പോലുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക്. പിന്നെ നിങ്ങളുടെ ഒരു ശ്രദ്ധ തെറ്റി കഴിഞ്ഞാൽ തീർന്നില്ലേ. ചിലർ വെള്ളം അടിച്ചു വന്നാണ് മുടിവിട്ടായിരിക്കുന്നത്. അവന്റെ തല ഒന്ന് പിടിച്ചു വെക്കുമ്പോൾ 10 പ്രാവശ്യം അങ്ങോട്ട് മറിക്കും. ഇത് ആയുധം വെച്ചുള്ള കളിയായത്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ ശരിക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെള്ളം പതപ്പിക്കണം മുടി വെട്ടാൻ വരുമ്പോ? വെള്ളം എന്തെങ്കിലും തട്ടിൽ വെട്ടി കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ട് പതപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ വെച്ച് തന്നെ പൊതിഞ്ഞ് കൊടുത്തു വിട്ടേക്കെ. പൗഡർ വരെ ഇട്ടല്ലേ കൊടുത്തു വിടണത്. അപ്പൊ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തീ കൊടുത്ത കൊണ്ടുപോയി വിറകെ വെക്കുക കത്തിക്കുക. ഒരു കാര്യം കേട്ടെ, ഈ തൊഴിൽ തന്നെ വല്ല പാരമ്പര്യം ഉണ്ടോ? ചേട്ടന്റെ അച്ഛൻ എന്തായിരുന്നു പരിപാടി? ഇല്ല, അച്ഛന് മരം വെട്ടാ പരിപാടി. മരം വെട്ടാണ്, അതും വെട്ടുണ്ടല്ലോ അതിനകത്ത്. അച്ഛന് വെട്ടാണ്. അച്ഛന് വെട്ടൊന്നുമില്ല. അല്ല, മരം വെട്ടിലൊരു വെട്ടുണ്ടല്ലോ. മരം വെട്ടിന് വെട്ടുണ്ട്. ചേട്ടന് മുടി വെട്ട്. എനിക്ക് മുടി വെട്ട്. അച്ഛന് പറഞ്ഞാൽ അച്ഛൻ അങ്ങനെ പോകത്തില്ല. പോത്തില്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ കച്ചവടം ഉണ്ടോ പോത്തിന്റെ? പോത്തില്ലെന്നല്ല, പോകത്തില്ല. മരം വെട്ടാൻ അച്ഛന് പേടിയാ. വലിയ മരത്തിലേക്ക് കയറാൻ പേടിയാ. അത് പിന്നെ സാധാരണ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് ഏതൊരു മനുഷ്യനും പേടിയുണ്ടാവും. ഒരു ചെറിയ ഒരു ഇതിനൊക്കെ കയറാൻ പേടിയും. ചെറിയ മരത്തെ കയറും, വലിയ മരം കയറത്തില്ല. വലിയ മരത്തെ കയറത്തില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പേടിയാ. പുള്ളി കാല് പറക്കും മേളിൽ കയറി കഴിഞ്ഞ. കഴിഞ്ഞ ദിവസം പിന്നെ കളത്തിലെ ദിനേശനില്ലേ, കളത്തിലെ ദിനേശൻ എന്ന് പറഞ്ഞ നമ്മുടെ കടപ്പുറത്തിരുത്തുന്നുണ്ട്. കളത്തിലെ ദിനേശൻ ചീട്ട് കളിച്ച അത് തന്നെ. അവൻ പറഞ്ഞു പിന്നെ ചേട്ടാ വീട്ടിലെ മരം വെട്ടി തരുമെന്ന് പറഞ്ഞു. അച്ഛൻ ഇവിടുന്ന് വെച്ചുകെട്ടും കാരൊക്കെ ഇട്ട് സൈക്കിളെ വിട്ട് കപ്പിയും കാരൊക്കെ കൊണ്ടുപോയി നോക്കി വെച്ചും ഈ ആഞ്ഞിലിയ വലിയ വെട്ടാനുള്ള 4-5 പേര് പിടിച്ചാൽ കിട്ടിയാത്തത്ര മണ്ണുള്ള അച്ഛൻ ആ ആഞ്ഞിലിയുടെ ചുറ്റിട്ട് നോക്കി വെച്ചും നമുക്ക് മാർഗം ഉണ്ടാക്കാമെന്ന് നോക്കി വെച്ചും നമുക്ക് മാർഗം ഉണ്ടാക്കാം, വെട്ടായിട്ട് മാർഗം ഉണ്ടാക്കാമെന്ന് നോക്കി വെച്ചും തിരിച്ചു പോന്നു. ഞാൻ പറഞ്ഞു അല്ല അച്ഛാ പണിക്ക് പെട്ടെന്ന് തിരിച്ചു പോകുന്നത്. അത് ഇച്ചിരി അപകടം പിടിച്ച പണിയാണത്. അത് ആ വലിയ മരം ആകാശം മുട്ടാനായിട്ട് ഒരു ചാനേ ഉള്ളൂ. അത് കാരണം അത് നമുക്ക് പിന്നെ നമ്മുടെ സുരേഷിനെ വെട്ടിക്കാം മരം. സുരേഷ്, അതായത് അമ്മയുടെ ആംഗലയുടെ മകൻ സുരേഷ്. അവൻ പിന്നെ കല്യാണം ചെയ്തിട്ടില്ല, രണ്ടും കൽപ്പിച്ച് നടക്കേ. അഥവാ മരം വെട്ടിയതിനെ പറ്റിയാണെങ്കിൽ അവനല്ലേ പറ്റുള്ളൂ. അങ്ങനെ അത് കാരണം അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്. ഈ പറഞ്ഞ പോലെ ചേട്ടൻ ഈ മുടിവെട്ട് മേഖലയിൽ മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത എന്തെങ്കിലും മുടിവെട്ടാൻ ചെല്ലുമ്പോൾ ഉള്ളതോ അല്ല പോണ വഴിക്കോ അല്ല മുടി വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശംസ കിട്ടിയതോ എന്തെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടോ? മറക്കാനാവാത്ത എന്തെങ്കിലും സമ്മാനങ്ങൾ ചേട്ടന് കിട്ടിയിട്ടുണ്ടോ? അല്ല, മറക്കാൻ പറ്റാത്ത ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അബദ്ധമാണോ? അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ കുഴപ്പമില്ല, അത് മറ്റേ വെട്ടാനിരുന്ന പയ്യന്റെ കുഴപ്പമാണ്. ഇത് പറയുമ്പോ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് ഈയിടെ ഒരു അബദ്ധം പറ്റി. എന്ത് പറ്റി? അത് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ ചേട്ടനിവിടെ വിളിച്ചത് അബദ്ധം പറ്റിയെന്ന് ഞങ്ങൾ പറയേണ്ടി വരും. അതല്ല പറഞ്ഞത്, ഈ പയ്യൻ അവിടെ നിന്ന് വെട്ടാനായിട്ട് ഇവൻ ഒന്നാമത്തെ കാര്യം ഈ കാച്ചുത്തുറു പോലെ ചെറുക്കനെ മുടിയിരിക്കും. അയ്യോ, ഇപ്പോഴത്തെ പിള്ളേർ അത് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കും. പിന്നെ നമ്മൾ ആദ്യം സ്പ്രേ അടിച്ച് വെള്ളം ഈ മുടിയൊന്ന് റെഡിയാകണ്ടേ വശത്തിന്. ഈ നിങ്ങളുടെ കുഴപ്പം ഇതാണ്, നിങ്ങളുടെ കുഴപ്പം. ഒരാൾ ഇത്രയും കച്ചിത്തുറു പോലത്തെ മുടി നിൽക്കുമ്പോൾ നിങ്ങൾ വെള്ളം അടിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ മുടി വെട്ടാൻ പോകും. അങ്ങ് വെള്ളം അടിച്ചെന്നില്ല പറഞ്ഞത്, നിങ്ങൾ വെള്ളം അടിച്ചെന്ന് പറഞ്ഞു. സ്പ്രേ അടിക്കും ഈ മുടി തണുക്കണ്ടേ. മുടി തണുക്കാൻ പിന്നെ അല്ലെങ്കിൽ ബ്രഷ് ചവിട്ടി ചെല്ലുമ്പോൾ തന്നെ പൊടിയെല്ലാം കൂടെ പറക്കും. അത് പ്രശ്നം. ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ആദ്യം ഇച്ചിരി ചൈരി ചപ്പും ചവറൊക്കെ കത്തിച്ച് ഈ മുടി ആദ്യം കുറച്ച് വക്ക്, ബാക്കി എങ്ങനെ ഞാൻ വെട്ടി ഒതുക്കി തരാന്ന് പറഞ്ഞു. അതിന് മാത്രം മുടി വളർത്തി വെച്ചിട്ട് ഇപ്പോഴത്തെ പാട്ട് കണ്ടില്ലേ, ഈ പിള്ളേർ കാറ് കെട്ടി വലിക്കാൻ പോണ പോലെയാണ് മുടി വെച്ചിരിക്കണത്. ഇതുങ്ങളുടെ മുടിയെങ്ങാനൊന്ന് കൊടയാവാ പൊട്ടിയിട്ട് ആറാട്ടാണ്. എന്ത് ചെയ്ത് മുടി വെട്ടാൻ പോയിട്ട് എന്നിട്ട് ഞാനിവരെ ഒരു സൈഡ് വെച്ച് ഇവന്റെ ചെവിയുടെ ഇവിടെ മൾഗാട് സെറ്റ് ചെയ്യണമല്ലോ. മൾഗാട് സെറ്റ് ചെയ്യുന്ന നമ്മുടെ ഈ ചെവിയില്ലേ, ഈ ചെവിയുടെ ഇവിടെ ഒന്ന് ഇങ്ങനെ വളച്ച് വെട്ടാനാണ് മൾഗാട് സെറ്റ് ചെയ്യണം. റൗണ്ട് ചെയ്യുന്നത്. മീശയുടെ അരികെ ശരിയാക്കണം എന്ന് പറയും. അത് ഇറച്ചാട്ടം, വെള്ളച്ചാട്ടം ഇറച്ചാട്ടം, മീശയുടെ കുമ്പറങ്ങൾ ഇറച്ചാട്ടം എന്ന് പറയും. അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. ഈ മൂക്കിന്റെ ഈ ഇവിടെ പാലത്തിന്റെ താഴത്തില്ലേ അവിടെ ഇടപ്പിത്തിയുണ്ട്.
എടപ്പിത്തി, അതായത് മൂക്കിലെ രോമം നമ്മള് കത്രിക്ക് കളയുമല്ല. ഞാൻ ചോദിക്കായിരുന്നു എന്റെ ഈ മൂക്കിന്റെ അകത്ത് 2 രോമം അതൊക്കെ കളഞ്ഞുതരാം. പക്ഷെ വേറെ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ എടപ്പിത്തി പൊട്ടിപ്പോവും. എടപ്പിത്തി 2 മൂക്കിനെ കവർ ചെയ്തൊരു നടക്കുന്നില്ലേ, എടപ്പിത്തി പൊട്ടിപ്പോവും. ആണല്ലേ? ഞാൻ ഈ പറഞ്ഞ പോലെ ഇവന്റെ ഈ മൾക്കാട് സിറ്റിയിലിരിക്കും, ഇവനെന്നാലും ഫോൺ വന്ന് ഇവനാരോട് ഫോൺ ചെയ്ത് വിളിച്ച് ഞാൻ വരികയില്ലെന്ന് പറഞ്ഞെടുത്തല്ലേ കാതേ കുത്തി കയറി. അയ്യോ, അത് ഭയങ്കര വിഷയമാണ്. എന്ത് കിട്ടി? പിന്നെ അവസാനം പാവയുടെ ചെവിയെടുത്താൽ സിറ്റി എടുത്തു കിട്ടും. അതൊരു ഭയങ്കര റിസ്ക്കുള്ള സംഭവം. പിന്നെ നമ്മളെ അപകടം പിടിച്ച പണി. ഞാൻ പറഞ്ഞില്ലേ, ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കണ പോലെ മുടിവെട്ടുകാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഈ ആയുധം വെച്ചുള്ള കളിയാ. ശരിക്കും ഒരു മിനി ഡോക്ടറാണ് ചേട്ടൻ. അതെ അതെ. ചേട്ടന്റെ ഫാമിലിയിൽ ആരെങ്കിലും ഇപ്പൊ ഇനി ജോലിയിലേക്ക് വരാൻ താല്പര്യപ്പെടുത്തണം? മക്കളെ അവരാരും പേടിച്ചിട്ട് വരത്തില്ല. അതെന്നെ പേടി വരാൻ? ആയുധം വെച്ചുള്ള കളിയല്ലേ അപ്പൊ. ആണല്ലേ? ഈ മുടിവെട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ 2 പേരാണ് പേടിക്കേണ്ടത്. ഒന്ന് മുടി വെട്ടാൻ വേണ്ടി വന്ന കസ്റ്റമറേയും പേടിക്കണം, 2 പുറകിലിരിക്കുന്ന ആളെയും പേടിക്കണം. കാരണം ഞങ്ങളുടെ ഒരു കടയിലേ ഒരു ചേട്ടൻ ഇരുന്നിട്ട് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഈ മുടിവെട്ടാൻ പുള്ളി വന്ന് ഷേവ് ചെയ്യാനിരുന്നു. ഈ പുള്ളി ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഇവിടെ താടിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ മീശയുടെ ഇവിടെ അരികു ഷേപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുള്ളി പലിശക്കാരൻ ചേട്ടൻ വന്ന് ചോദിച്ചു, എടാ ജോർജ് കുട്ടി, നീ പൈസ തരുവാന്ന് ചോദിച്ചു. ഒന്ന് ചേട്ടൻ ചോദിച്ചാൽ കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ പഠിച്ചു കൊണ്ടുവന്നൊക്കെ ഉണ്ടാ. ജോർജ് കുട്ടി, പൈസ തരുവാ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇത്രയും ഭാഗങ്ങൾ പോയി. അപ്പൊ ഇതൊക്കെ 4 കണ്ണായിരിക്കണം ഇവർക്ക് ചുറ്റും. അതല്ലേ ഇവര് ജില്ലും കൂട്ടി ഇരിക്കണത്. സൗണ്ട് പുറത്ത് വരരുത്. ഞാൻ ഇപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ചേട്ടൻ ഇപ്പൊ ഇത്രയും സെലിബ്രിറ്റി മറ്റേ ഹിന്ദി നടന്മാര് തെലുങ്കില് വെട്ടിട്ടുണ്ടോ? തെലുങ്കിൽ വെട്ടിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് മുടി വെട്ടിയിരിക്കുന്നത്. അതെന്താ അവിടെ പെണ്ണുങ്ങൾ വെട്ടാൻ കാര്യം എന്താ? അവർക്ക് മുടി കുറച്ച് മതി. അതെന്നാ? അവർക്ക് മുടി താല്പര്യമില്ല. മുടി അങ്ങനെ വേണമെന്നില്ല. കുറച്ച് ബിന്ദുപണിക്കർക്ക് മുടിയൊക്കെ പറഞ്ഞ ഞങ്ങള് ബിന്ദുപണിക്കര് മലയാളത്തിലെ നടിയല്ലേ? അല്ല, ബിന്ദുപണിക്കർക്ക് മുടി കൂടുതലുള്ളതാണല്ലോ. അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഈ പിരിച്ചു വെച്ച കാട്ടിയണത് ആണല്ലേ? എടുത്തു വെട്ടാൻ പറ്റില്ല, കാരണം അതിന് മാത്രം മുടിയുള്ളതാ. ഇത്രയും മുടിയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അത് കറക്റ്റാണ്. തെലുങ്കിൽ പോയി കഴിഞ്ഞിട്ട് ചേട്ടൻ അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു ബാക്കി കാര്യങ്ങൾ, അവിടുത്തെ ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? തെലുങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യമില്ല. അവരവിടെ ഊഞ്ഞാലായിരുന്നു വെട്ടണത്. ഊഞ്ഞാലിരുന്ന് എങ്ങനെ വെട്ടാൻ പറ്റും? ആട്ടി വന്ന വരവിനെ കീച്ചണത്. അതൊക്കെ നടക്കണ കേസാണ്. അതൊക്കെ അളവ് തെറ്റിപ്പോകും. ഒരളവില്ല, അതൊക്കെ കണക്കാ. ആണല്ലേ? പിന്നെ മുടിയുടെ നീള കണക്കാ. നിങ്ങളുടെ വെട്ട് കണക്കായിരിക്കും. ഞാനൊരു കാര്യം, നമ്മൾ ഈ മുടി വെട്ടുമ്പോഴത്തേക്കിന് ഇങ്ങനെ കൈ ഇങ്ങനെ പുറകിൽ വെച്ചിട്ട് ഈ വിരലിന്റെ നടുക്കേക്ക് മുടി കയറ്റിട്ട് ഇങ്ങനെ അളവ് പിടിക്കണ എന്താ സംഭവം? അതെന്ന് പറയുന്ന മുടി എവിടെയാണ് കൂടുതലുള്ളതെന്ന് അറിയാൻ വേണ്ടിട്ടാ. ആണല്ലേ? എനിക്ക് എന്റെ ഒരു പഴയ അനുഭവം കൊണ്ട് ഇനി മുടി വെട്ടുകാരെ പേടിയായിട്ടാ. എനിക്ക് പിന്നെ ഒരു ചുഴി ഉണ്ടായിരുന്നു. ഒരു ചുഴി ഇതുണ്ടായി ഇവിടെ, ഒരു ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനതിന് കൊച്ചിലെ അച്ഛൻ എന്നെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയപ്പോ ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് മുടി ഇങ്ങനെ ഈ നേവി കട്ടൊക്കെ വേണമെന്ന് പറഞ്ഞു. നേവി കട്ട് വേണമെന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞു വന്നോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ എന്റെ പുറകെ ഇരിക്കാനില്ല. അപ്പൊ ഇങ്ങനെ ഈ പുള്ളി ഇങ്ങനെ വെട്ടി ഈ ചുഴിയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കിനും പുള്ളി ചോദിച്ച്, ഇവന് 2 ഉച്ച ഉണ്ടെങ്കിൽ പെണ്ണ് കിട്ടുമല്ലേ? അതിന് 2 ഉച്ച വേണ്ടേ? ഞാൻ പറഞ്ഞു 2 ഉച്ച വേണം എന്ന് പറയുന്നത്. ഇവിടെ ഈ കത്രി കുത്തി കയറി അങ്ങനെ ഇവിടെ ഒരു ഗ്യാപ്പായി ഇവിടുത്തെ മൊത്തം മുടിയും പോയി ഇവിടെ 2 ചുഴിയായി. എനിക്ക് ഇപ്പോഴും പേടിയാണ്. പക്ഷെ എന്തായാലും ചേട്ടൻ വന്നതിൽ വലിയ സന്തോഷം. നമ്മുടെ ഇവിടെ നമ്മുടെ പ്രോഗ്രാമിന്റെ വൈൻഡപ്പിംഗ് ടൈം ആയിട്ടുണ്ട്. നമ്മളുടെ എല്ലാവിധ സ്നേഹാശംസകളും ഒക്കെ ചേട്ടൻ അറിയിക്കാം. ഇവിടെ നമ്മുടെ ഇവിടുത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കണം, നമ്മളത് ക്ലിയർ ചെയ്ത് തരും. ഇവിടെ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെലിബ്രിറ്റി, ഇപ്പൊ നമ്മള് പറഞ്ഞ ഞങ്ങളുടെ പ്രൊഡ്യൂസർ പറഞ്ഞ ഇനി ഓരോ സെലിബ്രിറ്റികളായിരിക്കും പങ്കെടുക്കാൻ പറ്റും. അപ്പൊ എറണാകുളത്ത് അവൈലബിൾ ആയിട്ടുള്ള സെലിബ്രിറ്റിയൊക്കെ വരുമ്പോ ചേട്ടനെ വിളിച്ചാൽ മതി. സെലിബ്രിറ്റിയൊക്കെ വരുമ്പോ ഞങ്ങൾ വിളിക്കാം. സെലിബ്രിറ്റികളൊക്കെ നമുക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരാനുണ്ട്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ മിന്നുതാരത്തിലെ ഇന്നത്തെ പ്രിയപ്പെട്ട അതിഥി അല്ലേ ചേട്ടൻ, ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ വന്നതിന് നന്ദി പറയുന്നു. അദ്ദേഹത്തിന്റെ ഒരു മുടിവെട്ടുകാരനാണ്, അതിലുപരി തന്നെ മുടിയിൽ കരവിത് തീർക്കുന്ന ഒരാളാണ്. അത് ഞാൻ ശ്രദ്ധിക്കാൻ വന്നത്. ഇതെന്താ മീശ? അതൊക്കെ ഈ മീശയായിട്ട് മറ്റേ സൈഡ് ബന്ധം വരരുത്. എങ്ങനെ ബന്ധം വരരുത്? അത് കൂട്ടി കൊണ്ടരുത്. അപ്പൊ നടുക്കെന്താ ഇങ്ങനെ അങ്ങനെ നടുക്ക് ഇത് വെച്ചാൽ അതൊക്കെ വേറെ ടെക്നിക്കാണ്, പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ആണല്ലേ? ശരിക്കും അത് ചേട്ടന്റെ ഒരു വല്ലാത്തൊരു കഴിവ്. ഞാൻ ഇവിടെ എസ് ഒക്കെ അടിക്കും. എവിടെ? ഈ സൈഡ് എസ് അടിക്കും. അപ്പൊ അപ്പുറത്ത് എന്തടിക്കും? അടിക്കും. എന്നിട്ട് അത് കഴിയുമ്പോ വെട്ടിയാൻ കണ്ടിരിക്കുന്ന കറത്തടിക്കും. ഇതാണ് ഇത്. ഇങ്ങനെയുള്ള ഇതൊക്കെ കാണിച്ചിട്ടാണ് ഈ സംഭവം. അവന്റെ മോൻ തെളിഞ്ഞിരിക്കണമെന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, അവനോട് വിളിച്ച് ചോദിക്കാതെ. അവരത് വേറെ രീതിയിലാണ് നമ്മളെ കാണുന്നത്. പക്ഷെ അത് ചേട്ടന്റെ കണ്ടുപിടുത്തം. ഈ മറ്റേ ഈ വെട്ടുമ്പോ എന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടി വെച്ചിട്ട് വെട്ടുള്ളൂ. ആരെ കണ്ണ് കെട്ടി വെച്ചു? എല്ലാവരുടെ. കാരണം കണ്ണി മുടിവിടായിരിക്കാന്ന് പറഞ്ഞാൽ മറ്റവരിക്കുന്നത് ഈ കണ്ണ് കെട്ടണത്. പക്ഷെ നമ്മളത് ഇവരെ എങ്ങനെയെങ്കിലും വിനയപ്പെടുത്തണം, നല്ല വൃത്തിയാക്കി വിടണം. പക്ഷെ വൃത്തിയാക്കി കഴിയുമ്പോഴാണ് മൊത്തത്തിൽ വിവരക്കേടാണത്. അവര് നമ്മളെ ഉപദ്രവിക്കും. കെട്ടഴിച്ചു കഴിഞ്ഞാൽ ഇത്ര നേരം പണിയെടുത്ത കാര്യം തിരികല അവിടെ തല്ലും മേടിക്കുന്നു. ചേട്ടന് തോന്നിയ ദിവസം പോലെ ചേട്ടൻ വെട്ടി വെച്ചിട്ടല്ലേ അവര് പൈസ തരാറുണ്ട് വീട്ടിൽ. നമുക്ക് ചെയ്യുന്ന തൊഴിലിനൊരു കൂറ് വേണ്ടേ? അതുകൊണ്ടാണ് നമ്മളവരെ വിനയപ്പെടുത്തുന്നത്. പക്ഷെ എന്നാലും ചേട്ടൻ ഇത്രയും വെട്ടൻ സ്റ്റൈലെ കണ്ടുപിടിച്ചതൊക്കെ ഒരു ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ള അവരെ കൊണ്ടാണ് ഊഞ്ഞാല തള്ളി വിടും.
വന്ന പിടിക്കുന്ന ബ്രഷ് പിടിച്ചടിച്ച് വന്നത് അത് കണക്കുണ്ടേ. പിന്നെ പോയി വന്നെ കണക്കുണ്ട്. അന്നേരമാണ് ജീപ്പ് പിടിച്ച് വലിച്ചിട്ട് ഒറ്റ കീച്ച. കണക്ക് കുറഞ്ഞു. ഒരു പ്രാവശ്യം കത്രി ഇതുപോലെ പിടിച്ചിട്ട് വിട്ടില്ല, എന്നെ കൊണ്ട് പോയി. എന്നിട്ട് അതിന്റെ അവരുടെ പുറകെ ചെന്ന് അടിച്ചു വീണ്. സമ്മതിക്കണം ചേട്ടാ. അപ്പോൾ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഇന്നത്തെ മിന്നതാരത്തിൻ്റെ പ്രിയപ്പെട്ട അതിഥിയായിട്ട് പ്രിയപ്പെട്ട നമ്മുടെ ഹെയർ ഡ്രസ്സർ ചേട്ടൻ എല്ലാവിധ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇനി ഒരുപാട് സിനിമാ താരങ്ങൾക്ക് വേണ്ടി മുടി വെട്ടാനല്ല, അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് തണലേകുവാൻ ചേട്ടനെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് എന്താ പറയുക, ഒരു വലിയ സ്പെഷ്യാലിറ്റി തന്നെയാണ് ചേട്ടൻ, നമുക്കൊന്നും ഒരിക്കലും പറയാനില്ല. അപ്പോൾ ഇത് കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ തരുന്നതാണ്. നമ്പറിൽ വന്നിട്ട് നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് മുടി വെട്ടി തരും. കണ്ണ് കെട്ടി മുടി വെട്ടുന്ന ഒരാളാണ് പുള്ളി, അല്ലേ? എന്റെ കണ്ണല്ല, ഇരിക്കുന്നവരുടെ കണ്ണ് കെട്ടി കാണാൻ പറ്റത്തില്ല, അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ശരിയാണല്ലോ. ഈ ചേട്ടന്റെ കണ്ണ് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് വെട്ടിട്ട് മുടി വെട്ടും. നമുക്ക് ചെറിയ റേറ്റിലൊക്കെ ചെയ്യാം. ചെറിയ റേറ്റ് കേട്ടുമ്പോൾ അത്ര മുടിയെ കുറയത്തുള്ളൂ. അതെന്താണ് അങ്ങനെ? പിന്നെ അല്ലാണ്ട് പിന്നെ അങ്ങനെ എനിക്കാണ് വരാം. അതെന്നാ 100 രൂപ വന്നു കഴിഞ്ഞാൽ ഒരു മോഡൽ അടിക്കും. 100 അടിക്കും. 150 മാറി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പെഗ് വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ വില അനുസരിച്ചല്ലേ അടിക്കും. അപ്പൊ 60 രൂപ തരുള്ളൂ. 60 രൂപ തന്നെ 60 രൂപ അടിക്കും എന്ന് പറഞ്ഞ പോലെ 60 രൂപ 60 രൂപ കഴിക്കും. 100 രൂപ 100 കഴിച്ചു. അത് തന്നെ വരും. അപ്പൊ 1000 രൂപ നിങ്ങൾ തല വെട്ടിക്കളയും. അത് വേണ്ടി വരും. എന്താണ് ചേട്ടാ ഈ പറയുന്നത്? ഇത് ശരിയല്ല. പിടിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല. ഇത് അപ്പൊ എന്തായാലും ഒരു കാര്യം ഞാൻ ചേട്ടാ, അപ്പൊ ഇന്ന് വന്നതിൽ ഒരുപാട് സന്തോഷം. പ്രേക്ഷകർ ചേട്ടനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചേട്ടന്റെ നമ്പർ നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ്. അവർ വിളിച്ച് ചേട്ടനെ കൊണ്ട് മുടി ഒക്കെ വെട്ടിക്കും. നമ്പർ കൊടുക്കണ്ട, പരിചയപ്പെടുത്തി കൊടുത്താൽ മതി. നമ്പർ കൊടുത്ത് വെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവർ വന്ന് ഓണെ വിളിക്കും, അന്നൊക്കെ നല്ല വഴിക്ക് വിളിക്കുമായിരിക്കും. അത് ശരി. അപ്പൊ നമ്പർ ആരും തരുന്നതല്ല, ചേട്ടന്റെ വീടും സ്ഥലവും പറഞ്ഞു തരൂല. അപ്പൊ എന്തായാലും ഇന്ന് അവരെ വരും വെട്ടി തരും എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി ആണ്, കടയിൽ വരും വെട്ടി തരും എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സെലിബ്രിറ്റി ആകുമ്പോൾ വേറൊരു കാര്യമുണ്ട്, കുറച്ച് കോട്ടും സ്യൂട്ടും കാര്യങ്ങളും ഇട്ടിട്ട് ചേട്ടൻ പോകണം. ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് സെലിബ്രിറ്റി ആകില്ല. ഞാനിപ്പോ കുടുംബത്തിന് വെള്ളമുള്ളതിനോട് കാചരിപ്പിച്ചിട്ടാണ് ഈ കത്രിക ജീപ്പൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത്. ഇനി കോട്ടന് സൂട്ടിന്റെ 6 രൂപ കൂടാ. അത് ശരി.